ഖാദി ബോർഡ് സെക്രട്ടറി ശ്രീ ശരത് വി രാജ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ ഇരിക്കുന്ന മഹത് വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, ഇന്ന് മുമ്പ് ഒരുപാട് പേർ പറഞ്ഞതുപോലെ ശിവഗിരിയിൽ ഇന്ന് നമ്മൾ വളരെ ആദരവോടും ഭക്തിയോടും 87ാമത് തീർത്ഥാടന സമ്മേളനത്തിൽ പങ്കാളികളാവുകയാണ്. 1928 നാഗമ്പടത്ത് വെച്ച് ഇത്തരമൊരു ആശയം ഗുരുദേവന് മുന്നിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അവതരിപ്പിച്ചപ്പോൾ തീർത്ഥാടനം എന്നത് ഒരു പുണ്യസ്ഥലത്തേക്കുള്ള യാത്രയല്ലേ, വർക്കലയിൽ ഇപ്പോൾ തന്നെ ഒരു ജഗന്നാഥ ക്ഷേത്രമുണ്ടല്ലോ, ഇനി തീർത്ഥാടനത്തിനായി എന്തിന് ശിവഗിരി എന്ന ചോദ്യം, ഗുരുവിന്റെ തനതായ രീതിയിലുള്ള ചോദ്യം, അകക്കണ്ണു തുറപ്പിക്കുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യത്തിന് ഉത്തരമായി ഗുരു നമുക്ക് തന്നത് തീർത്ഥാടനത്തിന്റെ മറ്റൊരു അർത്ഥതലമാണ്. ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുക എന്നതിനപ്പുറം സത്യത്തെ അറിയുവാനും അജ്ഞതയെ അകറ്റുവാനുമുള്ള യാത്ര കൂടിയായി ഇത് പരിണമിക്കണമെന്ന് ഗുരു നിഷ്കർഷിച്ചു. അത് പരമമായ ശുദ്ധിയോടുകൂടി, ഗൗതമബുദ്ധന്റെ പഞ്ചശുദ്ധിയോടുകൂടി വരണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സത്യവും ജ്ഞാനവും തേടിയുള്ള യാത്രയായിട്ടാണ് പിന്നീട് 5 പേരിൽ തുടങ്ങി ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാസംഭവമായി ഈ ശിവഗിരി തീർത്ഥാടനം മാറിയത്. സത്യം എന്നത് ഗുരുവിനെ സംബന്ധിച്ച് ഒന്നാണ്. അദ്ദേഹം ഒരേ ഒരു സത്യമാണ് നമുക്കെല്ലാം പറഞ്ഞു തരാൻ ശ്രമിച്ചത്. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണി അവസാനം ചെന്ന് ലഭിക്കുന്ന ആ പരമമായ സത്യം, അദ്വൈതം എന്ന സത്യം. ആ സത്യത്തെ തിരിച്ചറിയാനുള്ള യാത്രയായി കൂടിയാണ് ഗുരു ഇത്തരമൊരു തീർത്ഥയാത്രയെക്കുറിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ജ്ഞാനവും ഇതുതന്നെയാണ്, ആധ്യാത്മികമായ ധ്യാനം. ഗുരുവിനെ മറ്റുള്ള മഹാഋഷിമാരിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നത് ഇത്തരത്തിലുള്ള ആധ്യാത്മികതയോടൊപ്പം ഭൗതിക ലോകത്തെ ഉന്നമനത്തിനാവശ്യമായ നടപടിക്രമങ്ങൾ കൂടി ചിട്ടപ്പെടുത്തിയ മഹാഗുരു എന്ന വ്യത്യാസമാണ് ശ്രീനാരായണ ഗുരുദേവനിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഈ തീർത്ഥയാത്രയുടെ ഭാഗമായി ഭൗതിക ലോകത്ത് മനുഷ്യൻ ഉന്നമനത്തിനാവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം 8 വിഷയങ്ങളിലായി തിരിച്ച് അതിൽ ചർച്ച നടത്തി ഈ തീർത്ഥയാത്രയിൽ പങ്കാളികളാവുന്ന നമ്മൾ ഓരോവരും പുതിയ മനുഷ്യരായിപ്പോയി അത് കേട്ടുപോവുകയല്ല, ഗുരുദേവൻ ചെയ്തതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചെയ്യണം എന്നുള്ള നിലയിൽ അദ്ദേഹം 8 വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട വിഷയം ഗുരു മുന്നോട്ട് വെച്ചത് വ്യവസായം, കാർഷികം, സംഘടന എന്ന 3 വിഷയങ്ങളാണ്. വ്യവസായത്തെ ഗുരു ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം അല്ലെങ്കിൽ ധനസമ്പാദനത്തിനുള്ള മാർഗം എന്ന നിലയിലാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഗുരുവിനെ സംബന്ധിച്ച് വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളിവിടെ മുമ്പ് ഒരുപാട് പേർ പറഞ്ഞതുപോലെ പണ്ട് വേട്ടയാടി പിടിച്ചും ഫലവർഗ്ഗങ്ങൾ കഴിച്ചും ജീവിച്ചിരുന്ന മനുഷ്യൻ കൃഷിയിടങ്ങൾ കണ്ടെത്തിയതോടുകൂടി ഒരു സ്ഥലത്ത് താമസിച്ച് പിന്നീട് അവൻ ആയുധങ്ങളും ഉപകരണങ്ങളും യന്ത്രങ്ങളും കണ്ടെത്തി കൂടുതൽ കാര്യക്ഷമമായി ജീവിക്കാൻ പഠിക്കുകയും അത്തരത്തിൽ കൈത്തൊഴിലും ഉപകരണങ്ങളും ഉപയോഗിച്ച് വ്യവസായങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് നമ്മൾ നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ 2 ദിവസം കേരളത്തിലെ പത്രങ്ങളിൽ ഒരു കെട്ടിട നിർമ്മിതിയെക്കുറിച്ചുള്ളൊരു വാർത്ത വായിക്കാനിടയായി. അത് സാധാരണ നമുക്കറിയാം, ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ കരവിരുതുകൾ അല്ലെങ്കിൽ
മനുഷ്യന്റെ അതിലാവശ്യമായ പങ്കാളിത്തം, അത് കൽപ്പണിയായും മരപ്പണിയായും പെയിന്റിംഗായും ഇലക്ട്രിക്കൽ വർക്കായും അങ്ങനെ ധാരാളം മനുഷ്യന്റെ കരവിരുതിന്റെ ഒരു രൂപം കൂടിയാണ് നിർമ്മാണങ്ങൾ. ഈ വാർത്ത പ്രത്യേകമായി നിൽക്കുന്നത് അത് നമ്മളുടെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മളൊരു ക്ലിക്കിൽ ഒരു വെള്ളക്കടലാസിൽ നല്ല വർണ്ണചിത്രം പ്രിന്റായി വരുന്നതുപോലെ നമുക്കെല്ലാം മലയാളിക്ക് ഏറ്റവും പരിചിതമായ ദുബായിൽ 7000 ചതുരശ്ര അടിയോളം വിസ്തീർണമുള്ള ഒരു കെട്ടിടം, അതൊരു ഭൂപ്രദേശത്ത് 3 ആഴ്ച കൊണ്ട് 3D പ്രിന്റിംഗിലൂടെ വന്നു എന്നുള്ളതാണ്. ഒരു ഛായാചിത്രം പ്രിന്റ് ചെയ്യുന്നത് പോലെ ഒരു കെട്ടിടം ഉണ്ടായി തീരുമ്പോൾ അവിടെ നിഷ്പ്രഭമായി തീരുന്ന ഒരുപാട് തൊഴിലുകളുണ്ട്. അതുപോലെ നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ, ഡ്രൈവറില്ലാതെ നമ്മുടെ തെരുവുകളിലൂടെ പോകുന്ന വാഹനങ്ങൾ, ഡ്രൈവർലെസ് വെഹിക്കിൾസ് നമ്മൾ കാണുന്നു. വീടുകളിൽ സാധനം എത്തിക്കാൻ ഡ്രോണുകൾ പറന്നു നടക്കുന്ന നഗരങ്ങൾ. ഇതൊന്നും ഇന്ന് ഒരു ശാസ്ത്ര നോവലിലെ സങ്കല്പ കഥകളല്ല, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഇന്നത്തെ വ്യവസായ ലോകത്തിന്റെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ കൈത്തൊഴിലിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്ന ചോദ്യം ന്യായമായും നമ്മുടെ മുന്നിൽ വരും. അത്തരമൊരു ആശങ്കയ്ക്ക് യാതൊരു വഴിയുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പോലെ ഭാവിയിലെ ഏതു ചലനങ്ങളും വളരെ മുൻകൂട്ടി ധരിക്കുന്ന ഒരു മഹത് വ്യക്തി വർഷങ്ങളോളം, ദശാബ്ദങ്ങളോളം ചർച്ച ചെയ്യേണ്ട 8 വിഷയങ്ങൾ മുന്നിലേക്ക് വെച്ചപ്പോൾ അതിൽ കൈത്തൊഴിലുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ, ആ കൈത്തൊഴിൽ എന്ന പ്രവൃത്തി നമ്മുടെ നാട്ടിൽ എക്കാലവും പ്രസക്തമായി തന്നെ നിൽക്കും എന്നുള്ളതിന്റെ ഒരു മകുടോദാഹരണമാണ്. വ്യവസായവൽക്കരണത്തിൽ ഗുരു നമ്മോട് വെച്ച ഒരു പ്രത്യേകമായ സവിശേഷമായ ഒരു കാഴ്ചപ്പാടുണ്ട്. സാധാരണഗതിയിൽ വ്യവസായവൽക്കരണം എന്ന് പറയുമ്പോൾ 2 വിഭാഗങ്ങളായിട്ടാണ് തിരിഞ്ഞു നിൽക്കുക. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞതുപോലെ മനുഷ്യന്റെ മിനിമം വളരെ കുറഞ്ഞ അധ്വാനത്തിൽ പരമാവധി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ, ഏറ്റവും കൂടുതൽ എണ്ണം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ, ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാമെന്നുള്ള നിലയിൽ വ്യാപകമായ ബൃഹത്തായ ഫാക്ടറി പോലുള്ള സംവിധാനങ്ങളോടുകൂടിയ ഉൽപ്പാദന രീതി, അതാണ് ശരിയെന്ന് ധരിക്കുന്ന ആളുകൾ. മെക്കനൈസേഷൻ, ഓട്ടോമേഷൻ ഒക്കെയാണ് നമ്മുടെ ഭാവിക്ക് വേണ്ടത് എന്ന് ശഠിക്കുന്ന ആളുകൾ. മറുവശത്ത് ഗാന്ധിയൻ ആശയങ്ങൾ മുറുകെ പിടിച്ച് ഗ്രാമങ്ങളും ആ ഗ്രാമങ്ങളിലെ കുടിൽ വ്യവസായങ്ങളും അത് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ എത്തരത്തിൽ വളർത്തിയെടുക്കാമെന്ന് കരുതുന്ന മറ്റൊരു പക്ഷവുമാണ് നമുക്ക് മുന്നിലുള്ളത്. ഗുരു ഇത് രണ്ടും സംയോജിപ്പിച്ച മഹത് വ്യക്തിയാണ്. ആധ്യാത്മികതയും ഭൗതികവാദവും സംയോജിപ്പിച്ച അതേ സൗന്ദര്യത്തോടെ വ്യവസായവൽക്കരണത്തിന്റെ നയങ്ങളും ഗുരു നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കൈത്തൊഴിലിന് എന്നും ഗുരു പരമമായ പ്രാധാന്യം നൽകി. അന്നത്തെ സാഹചര്യം, ഗുരു ജീവിച്ചിരുന്ന സാഹചര്യം, പ്രത്യേക സാഹചര്യം, ഗുരു പ്രത്യേകമായി പരിഗണിച്ചിരുന്ന വിഭാഗങ്ങളുടെ സാഹചര്യം, ഒരു വലിയ വ്യവസായം തുടങ്ങുവാൻ സാമ്പത്തിക സ്ഥിതിയോ അതിനാവശ്യമായ വിദ്യാഭ്യാസമോ മറ്റ് സാഹചര്യങ്ങളോ ഇല്ലാത്ത ഒരു മനുഷ്യന് വളരെ സിമ്പിളായി അല്ലെങ്കിൽ വളരെ ഈസിയായി അന്ന് തുടങ്ങാൻ കഴിയുന്നത് സ്വന്തം കൈത്തൊഴിലിനെ ആസ്പദമാക്കിയ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു ആശയത്തെ മുൻനിർത്തി നമ്മൾ ഈ നിൽക്കുന്ന ശിവഗിരി മഠത്തിൽ ഗുരുദേവൻ ഒരു നെയ്ത്തുശാലയും ഒരു നൂൽപ്പുശാലയും ആരംഭിച്ച ചരിത്രം നമുക്കറിയാം. എല്ലാ ആളുകളും പ്രാഥമിക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതോടൊപ്പം വ്യവസായശാലകളിൽ പോയി അവിടുത്തെ സാങ്കേതിക വിദ്യാഭ്യാസവും നേടണം എന്ന ആശയം ഗുരു നിഷ്കർഷിച്ചു. നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ, തനതായ ഉൽപ്പന്നങ്ങൾ, നമ്മളിവിടെ പറഞ്ഞു, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ തേങ്ങ അല്ലെങ്കിൽ കരിക്ക് അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി തിരിച്ചു വരുന്നതിനു പകരം ഇവിടെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെന്ന് ഗുരു പറഞ്ഞു. ഇത്തരത്തിൽ യന്ത്രത്തെ ഗുരു കായിക ശക്തിക്കോ അല്ലെങ്കിൽ തൊഴിലിനോ എതിരായി നിൽക്കുന്ന ഒരു പ്രവണതയായിട്ടല്ല കണ്ടത്. മറിച്ച്
ഇതെല്ലാം ഒന്നിച്ച് സഹവർത്തിത്വത്തോടെ നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഗുരു എപ്പോഴും സ്വപ്നം കണ്ടത്. ഇത്തരത്തിൽ കൈത്തൊഴിലിന് പ്രാധാന്യം നൽകുന്ന ഗുരു തന്നെ അതേ നിമിഷം വൻകിട പദ്ധതികൾ, വ്യവസായ സമുച്ചയങ്ങൾ നമുക്ക് വേണമെന്നും പറഞ്ഞു. അത് ഒരാൾക്കൊറ്റയ്ക്ക് തുടങ്ങാനുള്ള സമ്പത്തില്ലെങ്കിൽ ഒന്നിച്ചു നിന്ന് കൂട്ടായ പ്രവർത്തനത്തിലൂടെ അത്തരം സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തണമെന്നും ഗുരു പറഞ്ഞു. ഇത്ര സുന്ദരമായിരുന്നു ഗുരുവിന്റെ വ്യവസായ സങ്കല്പം. ഒന്നൊന്നിനെ തിന്ന് കൊല്ലുന്ന അല്ലെങ്കിൽ കൊന്നു തിന്നുന്ന സാധനമായല്ല ഗുരു കണ്ടത്. ഈ ഒരു സംവിധാനമാണ് കേരളത്തിൽ ഇന്നും പ്രസക്തം. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ബാക്കി പ്രാസംഗികർ പറഞ്ഞതുപോലെ കേരളത്തിന്റെ തനതായ രീതിയിൽ, പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ, കേരളത്തിന്റെ സവിശേഷതകൾക്ക് പല രീതിയിലുള്ള വ്യവസായങ്ങൾ അനുയോജ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ ആളുകളുടെ അഭിരുചി വളരെ വ്യത്യസ്തമായ രീതിയിൽ മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കൈത്തൊഴിൽ പോലുള്ള വ്യവസായം ഇവിടെ നിലനിൽക്കുമെന്ന് നമുക്ക് ധരിക്കേണ്ടത്. നമ്മുടെ ആളുകൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തതയാണ് ആവശ്യം. ഞാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം മറ്റുള്ളവന്റെ ഉൽപ്പന്നം. ഒരു ഫാക്ടറിയിലെ ഒരു പ്രോസസ്സിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രത്യേക ഘടനയും ഒരു പ്രത്യേക സ്റ്റാൻഡർഡൈസേഷനിലുമേ ഉൽപ്പാദനം നടത്താൻ കഴിയും. വ്യത്യസ്തമായ ഉൽപ്പന്നം, ഉദാഹരണത്തിന് നമുക്ക് പറഞ്ഞാൽ, നമുക്ക് ഒരു ചായക്കടയിൽ പല പല കമ്പനികളുടെ ചായ തരുന്ന മെഷീൻസ്, ടീ വെൻഡിംഗ് മെഷീൻസ് ഉണ്ട്. ഒരു ബ്രാൻഡിന്റെ കടയിൽ എവിടെ പോയാലും ഒരേ രുചിയുള്ള കാപ്പിയും ചായയും നമുക്ക് ലഭിക്കും. എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ പോയി പാലുകൂട്ടി, മധുരം കുറച്ച്, കടുപ്പം കൂട്ടി ഒരു ചായ എന്ന രീതിയിൽ ഒരു ജോലി ചെയ്യിക്കണമെങ്കിൽ ഇന്നും അത് കരവിരുതിനും മനുഷ്യാധ്വാനത്തിനുമേ കഴിയും. ഈ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് മനുഷ്യർ. അതുകൊണ്ട് മനുഷ്യനുള്ളിടത്തോളം കാലം ഈ ഒരു ഫ്ലെക്സിബിലിറ്റി നൽകുന്ന ഈ ഒരു സംവിധാനം നിലനിൽക്കുക തന്നെ ചെയ്യും. നമ്മൾ കൈത്തൊഴിൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക്, പണ്ടുകാലത്തൊക്കെ നമുക്കറിയാം, നമ്മളുടെ മുൻ തലമുറകളൊക്കെ എല്ലാവർക്കും എന്തെങ്കിലും കൈത്തൊഴിൽ അറിയാം. ഒന്നെങ്കിൽ വൈദ്യമായിരിക്കും, അല്ലെങ്കിൽ ഓലമിടയാനറിയാം, അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ പാചകം ചെയ്യാനറിയാം. അത്തരത്തിൽ കൈത്തൊഴിലിന്റെ മഹത്വം അന്നത്തെ തലമുറ വളരെയേറെ മനസ്സിലാക്കിയിരുന്നു. പിന്നീട് കൈത്തൊഴിലിന്റെ മഹത്വം പതിയെ പതിയെ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതിന് പല ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. നമ്മൾ കൈത്തൊഴിലിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ കൈത്തൊഴിൽ എന്ന കാര്യം ഒരു ജീവനോപാധി മാത്രമായിട്ട് പരിഗണിക്കേണ്ടതില്ല. തീർച്ചയായും അതൊരു ജീവനോപാധി തന്നെയാണ്. അത് മറ്റുള്ള സംവിധാനങ്ങളോട് ഒപ്പം നിലനിൽക്കുന്നതാണ്. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ കർഷകന്റെ അവന്റെ വിശ്രമവേളകളിൽ അല്ലെങ്കിൽ ഇടവേളകളിൽ അവന് മറ്റൊരു വരുമാനം തരുന്ന മാർഗമായിരുന്നു നൂൽപ്പും നെയ്ത്തും. അപ്പോൾ ഖാദിയെ അദ്ദേഹം അത്തരത്തിലാണ് അവതരിപ്പിച്ചത്. അതുപോലെ ഖാദിയുടെ 2 ചക്രങ്ങൾ അദ്ദേഹം കണ്ടത് നഗരത്തിൽ വസിക്കുന്ന ധനികനായ, സമയമില്ലാത്ത, ധാരാളം പണമുണ്ടാക്കുന്ന ഒരുവനെയും അങ്ങ് ഗ്രാമത്തിൽ ജീവിച്ച് അവന് വേണ്ടി വസ്ത്രം നിർമ്മിക്കുന്ന, അവന് വേണ്ടി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പാവപ്പെട്ടവനെയും അവന് മാന്യമായ കൂലി നൽകി, വില നൽകി ഉൽപ്പന്നം വാങ്ങിക്കാൻ കഴിയുന്ന ധനികനെയും ബന്ധിപ്പിക്കുന്ന ചക്രവും നൂലുമാണ് ഗാന്ധിയുടെ പരിഗണനയിൽ വന്ന ചർക്ക എന്നുള്ളത്. ശ്രീനാരായണ ദർശനവും അതുതന്നെയാണല്ലോ നമ്മളോട് പറയുന്നത്. വലിയ വലിയ വ്യവസായങ്ങൾ വന്നാലേ നമ്മുടെ നാട് അഭിവൃദ്ധിപ്പെടുകയുള്ളൂ. നമ്മുടെ നാട് അഭിവൃദ്ധിപ്പെട്ടാലേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക്, ഈ നാട്ടിലെ സാധുജനങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ പ്രാപ്തരായ സമൂഹമുണ്ടാവുകയുള്ളൂ. ഒന്നൊന്നിനെ കൊന്നു തിന്നുകയല്ല, ഒന്ന് മറ്റൊന്നിനെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംസ്കാരത്തിൽ ഊന്നിയ വ്യവസായവൽക്കരണമാണ് നമ്മുടെ കേരളത്തിന് അനുയോജ്യം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കൈവിരുതിന്റെ മറ്റൊരു മാനം എന്ന് പറയുന്നത് ഒരു തൊഴിലെന്നുള്ളതിൽ നിന്നൊരു കലാസൃഷ്ടി കൂടിയാണ്. പണ്ടുകാലത്തെ നമ്മുടെ നിർമ്മിതികൾ, കൊട്ടാരങ്ങളാണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും മറ്റു പൊതു ഇടങ്ങളാണെങ്കിലും അതിന്റെ ഒരു തൂണോ അല്ലെങ്കിൽ അതിന്റെ മുകളിലെ ഒരു കഴുക്കോലോ നോക്കിയാൽ അതിൽ പോലും ഒരു കലാകാരന്റെ വർണ്ണവിസ്മയം നമുക്ക് കാണാൻ കഴിയും. അതൊരു ഫാക്ടറിയിൽ കാസ്റ്റ് ചെയ്തെടുത്ത ഒരു കെട്ടിടത്തിന് ഒരിക്കലും നൽകാൻ കഴിയുന്നതല്ല. ഒരു കലാശില്പമാണ് ഒരാളുടെ കൈവിരുത് എന്നുള്ള കലാപരമായ
ഒരു കാര്യം കൂടി നമ്മൾ ഇത്തരം തൊഴിലിനോട് കാണേണ്ടതുണ്ട്. കൂടാതെ കൈത്തൊഴിൽ എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ഒരു പ്രതിനിധാനം കൂടിയാണ്. കൈത്തൊഴിൽ പണ്ട് നമുക്കറിയാം ഒരു പ്രത്യേക തൊഴിൽ, ഒരു പ്രത്യേക വിഭാഗം മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പരമ്പരകളായി നമ്മുടെ തലമുറ ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു ജോലിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ പൂർവികരുടെ ശക്തരായ അനുഗ്രഹം ആ പ്രവൃത്തിയിലുണ്ട് എന്നുള്ള നന്മ നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം നമ്മൾ പല മഹാരഥന്മാരും, മഹാനായ നമ്മുടെ ഗുരുദേവൻ പോലും ഒരു കർമ്മയോഗിയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു സ്ഥലത്തിരുന്ന് വലിയ വലിയ ജ്ഞാനങ്ങൾ നമ്മൾ ഈ ചെയ്യുന്നത് പോലെ മൈക്കിലൂടെ പ്രഭാഷണം ചെയ്യുകയല്ല ചെയ്തത്. അദ്ദേഹം നമുക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് ആ മാറ്റത്തിന്റെ, ഗുരുദേവൻ തന്നെ പറഞ്ഞതുപോലെ, ദൈവത്തെ വിശേഷിപ്പിച്ചതുപോലെ, ആ സൃഷ്ടിയുടെ സൃഷ്ടാവായതും ആ സൃഷ്ടിക്ക് സാമഗ്രിയായതും എന്ന് പറഞ്ഞതുപോലെ ആ മാറ്റത്തിന്റെ കൂടെ നിന്ന് ആ മാറ്റത്തിന് ചാലകശക്തിയായി നിന്ന ഗുരുദേവന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് കൈത്തൊഴിൽ പോലുള്ളൊരു കാര്യം ഒരു ധ്യാനമായി തന്നെ പരിഗണിക്കാവുന്നതാണ്. യന്ത്രം മനുഷ്യന്റെ മനസ്സിനെയും മനുഷ്യന്റെ ശരീരത്തെയും വേർപെടുത്തുകയാണ്. മനസ്സിന്റെ ധാരാളമായ ഇൻവോൾവ്മെന്റോ ഒന്നുമില്ലാതെ തന്നെ നമുക്കൊരു യന്ത്രത്തിലൂടെ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാം. എന്നാൽ കൈകൊണ്ടൊരു ഒരു ഉൽപ്പന്നമുണ്ടാക്കുമ്പോൾ അതിന്റെ ഓരോ അംശത്തിലും ശ്രദ്ധയും ഏകാഗ്രതയോടും കൂടി മനസ്സും ശരീരവും അർപ്പിച്ച് അത് ചെയ്താൽ മാത്രമേ അത് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഇതുതന്നെയാണ് ഋഷിവര്യന്മാർ പറഞ്ഞ യോഗയും ഇന്ന് പാശ്ചാത്യർ പറയുന്ന മൈൻഡ്ഫുൾനെസ്സും എല്ലാം. ഇത്തരത്തിൽ കൈത്തൊഴിലിന് പല മാനങ്ങളുണ്ട് എന്ന തിരിച്ചറിവും ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നമുക്കെല്ലാം പോകുമ്പോൾ ഒരാശയം കൊണ്ടുപോകാനുണ്ടെങ്കിൽ നമ്മുടെയെല്ലാം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതിയ കൈത്തൊഴിൽ നമ്മൾ പഠിക്കും, നമ്മൾ അത് പ്രാവർത്തികമാക്കും എന്ന ഒരു ചിന്തയും വേണം നമ്മൾ പോകാൻ ഉള്ളത് എന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. അതിനാവശ്യമായി നമുക്ക് 3 മാറ്റങ്ങൾ അനിവാര്യമാണ്. ഒന്ന്, കൈത്തൊഴിലിന് മാന്യത നൽകണം. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഒരുപക്ഷെ ലോകത്ത് തന്നെ നമുക്കറിയാം, ഇത്തരമുള്ള ശാരീരിക അധ്വാനങ്ങൾ അല്ലെങ്കിൽ മാനുവൽ ലേബറിനെ വളരെ വില കുറച്ചാണ് ലോകം കണ്ടിരുന്നത്. കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ അതിന് മറ്റു പല സാഹചര്യങ്ങളുമുണ്ട്. കാരണം തൊഴിൽ ജാതിയുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു പണ്ടിവിടെ ഉണ്ടായിരുന്നത്. അത്തരത്തിലല്ലെങ്കിൽ പോലും അമേരിക്കയിൽ നമുക്കെല്ലാം അറിയാം, എബ്രഹാം ലിങ്കൺ എന്ന മഹാൻ, അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി പാർലമെന്റിൽ ആദ്യമായി ചെല്ലുമ്പോൾ അവിടുത്തെ പ്രഭുക്കൾ അദ്ദേഹത്തിന് മുന്നോട് എണീറ്റ് നിന്ന് ചോദിച്ചു, താങ്കളുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം തുന്നിയ ചെരുപ്പ് അതാണ് എന്റെ കാലിൽ കിടക്കുന്നത്, ഉണ്ടെങ്കിൽ എനിക്കതൊന്ന് കാണിക്കണമായിരുന്നു. അമേരിക്കയിൽ പ്രധാനമായി പറഞ്ഞ ചെരുപ്പ് കുത്തിയുടെ മകൻ എന്ന് വിളിച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ് ആ പ്രഭു ചെയ്തത്. കോബ്ലേഴ്സ് സൺ. കുറച്ചുനേരം കണ്ണടച്ച് കണ്ണുനീരോടെ എബ്രഹാം ലിങ്കൺ നിന്നു എന്നാണ് പറയുന്നത്. തന്റെ വാക്ശരങ്ങൾ കുറിക്കുകൊണ്ടു എന്ന് സന്തോഷിച്ചവരോട് ഒരു നിമിഷം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, എന്റെ അച്ഛൻ ചെരുപ്പ് കുത്തിയായിരുന്നു. വെറും ചെരുപ്പ് കുത്തിയല്ല, ഒരു പ്രൊഫഷണലായ ചെരുപ്പ് കുത്തി. അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഒരു പ്രൊഫഷണലിനെ പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നേ വരെ അദ്ദേഹമുണ്ടാക്കിയ ഒരു ചെരുപ്പിനും യാതൊരു കുറ്റവും വന്നിട്ടില്ല എന്നാണ് എന്റെ അറിവ്. താങ്കളുടെ ചെരുപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദയവായി എനിക്ക് തരണം. കുറച്ചൊക്കെ പണി എന്നെ അച്ഛനും പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ശരിയാക്കി തരാം. ഇത്തരത്തിൽ അഭിമാനബോധത്തോടെ ആ തൊഴിലിന്റെ മാന്യതയെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് കൈത്തൊഴിലിൽ ഏർപ്പെടാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായി, നമുക്ക് അധ്വാനത്തിന്റെ മൂല്യം മനസ്സിലാകണം. ഇന്നിവിടെ നമ്മുടെ പ്രാസംഗികൻ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരുപാട് അഭ്യസ്ത വിദ്യരുണ്ട്, പക്ഷെ അവർക്ക് തൊഴിലില്ല. ഇത് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ഇന്ന് 40 ലക്ഷത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. നമ്മൾ ആർക്കും എതിരല്ല, അതൊരു തെറ്റുമല്ല. എങ്കിലും 40 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ 2000 കോടിയോളം തുകയുടെ അവർ സംസ്ഥാനത്തിന് പുറത്തേക്ക് അയക്കുന്നു.
ഇത്രയും വലിയ തൊഴിലവസരങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷേ അതിനെ തൊഴിലായി കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിന് രണ്ടാമത്തെ കാര്യം, ഇത്തരം തൊഴിലിന് മാന്യമായ വേതനം അല്ലെങ്കിൽ മൂല്യം നൽകാൻ നമ്മൾ തയ്യാറല്ല. ഒരു 1000 രൂപയോ 2000 രൂപയോ മാത്രം മുടക്കുമുതൽ വരുന്ന ഒരു ഫോണിന് നമ്മൾ 10,000-ഉം 20,000-ഉം 30,000-ഉം 50,000 രൂപ വരെ കൊടുക്കും. കാരണം ആ ഫോണിന്റെ ബ്രാൻഡിന് നൽകുന്ന വിലയാണ്. എന്നാൽ മനുഷ്യാധ്വാനത്തിന് നമ്മൾ തീരെ വില നൽകാത്ത അവസ്ഥയാണുള്ളത്. നമുക്കറിയാം, പല നോർവീജിയൻ രാജ്യങ്ങളിലും വളരെയേറെ ശമ്പളം പറ്റുന്ന ജീവനക്കാർ അവിടുത്തെ പ്രൈമറി സ്കൂൾ അധ്യാപകരാണ്. ഇത്തരത്തിൽ മൂല്യത്തെ പുതിയ രീതിയിൽ കാണുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി എനിക്ക് നമ്മളോട് സംസാരിക്കുവാനുള്ളത് കാഴ്ചപ്പാടിൽ വരേണ്ട വ്യത്യാസമാണ്. ഇന്ന് ശിവഗിരിയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഗുരുദേവന്റെ പ്രധാന പ്രവർത്തനം ജാതി വ്യവസ്ഥിതിക്കും തൊട്ടുകൂടായ്മയ്ക്കും ഉച്ചനീചത്വങ്ങൾക്കും എടുത്ത നിലപാടാണ്. നമ്മൾ ഈ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ മനസ്സുകളിലെല്ലാം ചില ജോലികളോട് തൊട്ടുകൂടായ്മ ഇന്നും നിലനിൽക്കുന്നു എന്നാണ്. എല്ലാ ജോലി ചെയ്യുന്നവരെയും സമന്മാരായി കാണുവാൻ അതും ഇതും ഞാനും തമ്മിൽ വ്യത്യാസമല്ല, എല്ലാം ഒന്നാണെന്ന് കാണുന്ന ആ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് ഇന്നും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെന്നും വിവിധ ജോലികൾ ഏർപ്പെടുന്നവരെ പല തട്ടുകളിലായി നമ്മൾ കാണുന്നതെന്നും ഇന്നും ചില ജോലികൾ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ അയിത്തമുണ്ടെന്നും നമുക്ക് ബോധ്യപ്പെടുമ്പോഴും ആ അയിത്തം തുടച്ചു മാറ്റാൻ ഈ ശിവഗിരി തീർത്ഥാടനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ കഴിയുമെന്നും തത്വമസി എന്നും എല്ലാം പറയുന്ന ആശയങ്ങൾ നമ്മുടെ തൊഴിൽ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി ഈ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഒരു സന്ദേശം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, മനുഷ്യർ തമ്മിൽ പലതിന്റെ പേരിൽ കലഹിക്കുകയും വഴിമാറ്റം നിർത്തപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. ഈ മണ്ണിൽ ഗുരുദേവൻ പണ്ട് നമ്മളോട് പറഞ്ഞു, ഇവിടെയുള്ള ആ മാവിന്റെ ഇലകൾക്ക് പല നിറമാണ്, പല രൂപമാണ്, പക്ഷേ അതിന്റെ സത്തൊന്നാണ്. ആ സത്തൊന്നാണ് എന്ന തിരിച്ചറിവ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ വെളിച്ചവും ദീപവും പ്രഭയും എല്ലാമായി തീരട്ടെ എന്ന് നമുക്കെല്ലാവരുടെ ജീവിതത്തിൽ വന്നു തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ നന്ദിയും ഒരു പുതുവത്സര ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.